നമസ്കാരം. അൾട്ടിമേറ്റ് ഇംഗ്ലീഷ് സ്റ്റോറീസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. കോൺസുലേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് കാണുന്നത് ഫിലിസ് ഫോഗിനോട് സംസാരിച്ച ശേഷം നടന്നു നീങ്ങുന്ന പെസ്പെട്ടുവിനെയാണ്. അദ്ദേഹം വേഗം പെസ്പെട്ടുവിൻ്റെ അടുത്തെത്തി യാദൃശ്യമായിട്ട് കാണുന്ന പോലെ ചോദിക്കുന്നു, എന്തായി, പാസ്പോർട്ടൊക്കെ സീലടിച്ച് കിട്ടിയ? പെസ്പെട്ടു നോക്കി, ആ സാറായിരുന്നോ? അതെ, പാസ്പോർട്ടൊക്കെ സീൽ ചെയ്ത് കിട്ടി, കുഴപ്പമൊന്നുമില്ല. സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഡിറ്റക്റ്റീവ് ആകാംക്ഷയോടെ നോക്കുകയാണ്. ഇത് ശരിക്കും സൂയസ് ആണോ? അതെ. ഈജിപ്തിൽ? അതെ. ആഫ്രിക്കയിൽ? അതെ. അപ്പോൾ ഈ 7 ദിവസം കൊണ്ട് ഞങ്ങൾ ആഫ്രിക്കയിലെത്തി ഇല്ലേ? എന്താ, വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഇല്ല സാറേ. യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് പാരീസിലെങ്ങാനും പോകുന്നു എന്നാണ്. അല്ലാതെ മുതലാളി പറഞ്ഞ ഒന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പം മുതലാളി എന്താ പറഞ്ഞത്? ലോകം ചുറ്റാൻ പോകുന്നു എന്ന്. അപ്പം ഡിറ്റക്റ്റീവ് ഒന്ന് ഞെട്ടി. ലോകം ചുറ്റി? അതെ, 80 ദിവസം കൊണ്ട്. ഡിറ്റക്റ്റീവിൻ്റെ മനസ്സിൽ കൂടെ പല ചിന്തകൾ കടന്നു പോവുകയാണ്. അയാൾ മെല്ലെ ചോദിച്ചു, ഇങ്ങനെ മുതലാളി ആളെങ്ങനെ, കാശുകാരനാണോ? പിന്നെ ഇഷ്ടം പോലെ പൈസയൊക്കെ ബാഗിലുണ്ട് ക്യാഷായിട്ട്. അത് ആവശ്യത്തിന് ചിലവാക്കാൻ ഒരു മടിയുമില്ല. ഇപ്പം തന്നെ അതാ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ എന്നെ അയച്ചിരിക്കുകയാണ്. ഡ്രസ്സ് വാങ്ങിക്കാനോ? അപ്പം ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ? അയ്യോ, ഒന്നും പറയണ്ട, വളരെ പെട്ടെന്നായിരുന്നല്ലോ ഇറങ്ങിയത്. മുതലാളി രാവിലെ പതിവ് പോലെ ക്ലബിൽ പോയി, വൈകുന്നേരം 7 മണി കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്നു. പറയുന്നു, വേഗം ഒരു ബാക്ക് പാക്കിൽ അത്യാവശ്യമായിട്ട് ഡ്രസ്സ് എടുക്കുക, ഷൂ എടുക്കുക, പുറപ്പെടുക. അങ്ങനെ പുറപ്പെട്ടു. പാരീസ് പോലും മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. അവിടെ അതിലെ കൂടെ കടന്നുപോയി എന്നല്ലാതെ പാരീസ് ഒന്നും മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയില്ല. അങ്ങനെ പെസ്പെട്ടു സങ്കടക്കെട്ടുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാനൊരു കാര്യം പറയട്ടെ സാർ? എന്താ? ഡിറ്റക്റ്റീവ് ആകാംക്ഷയോടെ പിന്നെയും ചോദിക്കുകയാണ്. കപ്പലിലെ എഞ്ചിനീയർക്ക് നല്ലൊരു തുക എൻ്റെ മുതലാളി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പറഞ്ഞ സമയത്തിന് മുമ്പ് ബോംബെയിൽ എത്തുകയാണെങ്കിൽ കൊടുക്കാമെന്ന്. ശരിക്കും ഈ ബോംബെ എവിടെയാണ്? ഇന്ത്യയിൽ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ. അപ്പോൾ പെസ്പെട്ടു വേണ്ടി അപ്പോൾ ആഫ്രിക്ക കഴിഞ്ഞ് ഏഷ്യയിലെത്താൻ പോവുകയാണ് അല്ലേ? അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിച്ചു, അപ്പോൾ എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം? എൻ്റെ അടുത്ത് പറഞ്ഞത് ക്ലബിൽ ചില സുഹൃത്തുക്കളുടെ അടുത്ത് ഒരു ബെറ്റ് വെച്ചു, ആ ബെറ്റ് ജയിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് എന്നാണ് പറഞ്ഞത്. ഇറങ്ങുമ്പോൾ ധാരാളം കറൻസി നോട്ടുകളും കയ്യിലുണ്ട്. അപ്പോൾ ഡിറ്റക്റ്റീവിന് ഇങ്ങനെ കാരണം ബാങ്ക് റോബറിയുടെ കറൻസി നോട്ട് അന്വേഷിച്ചാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഡിറ്റക്റ്റീവ് പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യും, നല്ല കടയൊക്കെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ഒരു കടയെ കയറ്റി വെച്ചിട്ട ശേഷം ഡിറ്റക്റ്റീവ് തിരിച്ച് കോൺസുലേറ്റിലേക്ക് തന്നെ പോയി. അവിടെ ചെന്ന് കോൺസുലിനോട് പറഞ്ഞു, സാർ, അയാളുടെ ഉദ്ദേശം ലോകം ചുറ്റലാണ്. അപ്പോൾ കോൺസുൽ പറഞ്ഞു, പിന്നെപ്പോൾ താൻ എന്തിനാ പേടിക്കുന്നത്? അയാൾ എന്തായാലും ചുറ്റി ലണ്ടനിൽ തന്നെ വരുമല്ലോ, അപ്പോൾ അവിടെ പോലീസ് പിടിച്ചോളുമല്ലോ. അവിടെയാണല്ലോ ഡിറ്റക്റ്റീവിൻ്റെ പ്രശ്നം. ഇയാൾ പിടിച്ചാലല്ലേ ഇയാൾക്ക് ഓഫർ ചെയ്തിരിക്കുന്ന പ്രൈസ് മണി മുഴുവനായിട്ട് കിട്ടുകയുള്ളൂ. അതായിരുന്നു അയാളുടെ ഒരു വിഷമം. പക്ഷേ അയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്ര നേരമായിട്ടും വാറണ്ട് വന്നു. പിന്നെ ഇന്നത്തെ കാലമല്ല, അന്നത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ സ്ലോ ആണ്. ടെലഗ്രാം ആണെങ്കിൽ പോലും വാറണ്ടൊക്കെ എത്താൻ വൈകും എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ കപ്പൽ പുറപ്പെടാൻ സമയമായി. കപ്പൽ പുറപ്പെടാൻ സമയമായപ്പോൾ ഡിറ്റക്റ്റീവ് വീണ്ടും കോൺസുലിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഒരൊറ്റ വഴിയുള്ളൂ. കോൺസുൽ ചോദിച്ചു, എന്താ? ഞാനും ബോംബെക്ക് പോവുകയാണ്. ആദ്യം ഒരു ടെലഗ്രാം അടിക്കട്ടെ, വാറണ്ട് ബോംബെയിലേക്ക് അയക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ബോംബെയിൽ എത്തുമ്പോഴേക്കും അവിടെ വാറണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഡിറ്റക്റ്റീവ് എണീറ്റു ടെലഗ്രാഫ് ഓഫീസിലേക്ക് ഓടി ടെലഗ്രാം അടിച്ചു. അത് കഴിഞ്ഞ് മംഗോളിയയിലെ ബോംബെക്ക് ഒരു ടിക്കറ്റും എടുത്ത് അതിൻ്റെ അകത്തോട്ട് കയറി. കോൺസുൽ പറഞ്ഞതിൽ നിന്ന് വിപരീതമായിട്ട് ആഡൻ എന്ന ഒരു പോർട്ടിലും കപ്പൽ നിർത്തി. അപ്പോഴും ഫിലിസ് ഫോഗ് പുറത്തിറങ്ങി. പുറകെ ഡിറ്റക്റ്റീവ് ഉണ്ട്. നോക്കിയപ്പോൾ ഒന്നുമില്ല. ഫിലിസ് ഫോഗ് കൂളായിട്ട് അവിടുത്തെ കോൺസുലേറ്റിൽ പോയി വീണ്ടും പാസ്പോർട്ടിൽ സീൽ ചെയ്തു. തിരിച്ചു വന്ന് കപ്പലിൽ കയറി. ഡിറ്റക്റ്റീവിൻ്റെ മനസ്സിൽ ആകെ ഒരു അങ്കലാപ്പ്, അതൊരു പ്രശ്നം മാത്രമാണ്. അതായത് ഒളിച്ച് ബാങ്കിൻ്റെ പൈസയും മോഷ്ടിച്ച് പോകുന്ന ഒരാൾ പോകുന്ന സ്ഥലത്ത് മുഴുവൻ തെളിവുണ്ടാക്കി വയ്ക്കില്ലല്ലോ. ഇയാളിതാ പോകുന്ന സ്ഥലത്തെല്ലാം പാസ്പോർട്ട് സീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡിറ്റക്റ്റീവ് ഫിലിസ് ഫോഗിനെ അയാൾ അറിയാതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഫിലിസ് ഫോഗ് ആ കപ്പലിൽ ചില ഫ്രണ്ട്സിനെയൊക്കെ അതിനകം സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ട്, കപ്പലിലാണെങ്കിൽ ഒരുപാട് ധനികരായ യാത്രക്കാരുണ്ട്, ഇംഗ്ലീഷുകാരുണ്ട്, പാഴ്സികളുണ്ട്, അങ്ങനെ ബിസിനസ്സുകാരും വലിയ ഉദ്യോഗസ്ഥന്മാരും
അങ്ങനെ ബോംബെയിലേക്ക് തന്നെ പോകുന്ന ഒരു ബ്രിട്ടീഷ് മിലിറ്ററി ഓഫീസർ, ഗോവയിലേക്ക് പോകുന്ന ഒരു ടാക്സ് ഉദ്യോഗസ്ഥൻ, പിന്നെ ഒരു പള്ളിയിലച്ചൻ, ഇത്രയും ആൾക്കാർ ഇതിനിടയിൽ ഫിലിസ് പോയിൻ്റെ ഫ്രണ്ട്സായി. അവരെ 4 പേരും കൂടി ചീട്ടുകളി ആരംഭിക്കുന്നു. അങ്ങനെ കപ്പലിലും വളരെ റിലാക്സ്ഡ് ആയിരുന്ന് ഫിലിസ് പോയി യാത്രയാണ്. ഇടയിൽ അയാൾ കണക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ സൂയസ് വരെ, ആഡൻ വരെയുള്ള സമയം വെച്ച് നോക്കുമ്പോൾ കൂടിയോ കുറയോ ഇല്ല, കൃത്യസമയത്ത് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. പക്ഷേ കപ്പലിൻ്റെ എഞ്ചിനീയർ കിട്ടിയ പൈസയ്ക്കുള്ള സേവനം പിന്നീട് ചെയ്തു. കപ്പൽ മാക്സിമം വേഗതയിലാണ് ആഡനിൽ നിന്ന് എടുത്തതിന് ശേഷം യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഈ കപ്പലിൽ വെച്ച് തന്നെ പെസ്പെർട്ടുവും ഡിറ്റക്റ്റീവും വീണ്ടും കണ്ടുമുട്ടുന്നു. അപ്പോൾ പെസ്പെർട്ട് ചോദിച്ചു, സാറ് ഈ കപ്പലിൽ? എനിക്ക് അത്യാവശ്യമായിട്ട് ബോംബെയിലേക്ക് പോകേണ്ട ഒരു കാര്യം പെട്ടെന്ന് വന്നു, അതുകൊണ്ട് ഈ കപ്പലിൽ തന്നെ ഞാനും കയറി. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കപ്പലിൻ്റെ ബാറിൽ നിന്ന് പെസ്പെർട്ടുവിന് ഒരു സ്കോച്ച് വിസ്കിയൊക്കെ വാങ്ങിച്ച് ഡിറ്റക്റ്റീവ് പ്രസൻറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അയാളെ സോപ്പിട്ട് കയ്യിലെടുക്കണം, കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ ഡിറ്റക്റ്റീവിൻ്റെ ചെലവിൽ സ്കോച്ച് വിസ്കിയെ കുടിച്ചുകൊണ്ട് പെസ്പെർട്ടുവും ഡിറ്റക്റ്റീവും പല കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഫിലിസ് പോകാണെങ്കിൽ പെസ്പെർട്ടുവിനോട് അത്യാവശ്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് ചീട്ടുകളിയും കാര്യങ്ങളുമായിട്ട് ഫിലിസ് പോക ഇരിക്കുന്നു. പെസ്പെർട്ട് ചോദിച്ചു, സാറ് മുമ്പ് ഇന്ത്യയിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ? അവിടെ ഒരുപാട് അമ്പലങ്ങൾ, അതേപോലെ പള്ളികൾ, മോസ്കുകൾ, അങ്ങനെ ഒരുപാട് ആരാധനാലയങ്ങളുണ്ട്. ആന പോലെയുള്ള ജീവികളുണ്ട്, വിവിധ തരം പാമ്പുകളുണ്ട്. ഇതൊക്കെ യൂറോപ്പിൽ കുറവാണല്ലോ. യൂറോപ്പിൽ ആനയും ഇല്ല, പാമ്പുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പെസ്പെർട്ടുവിന് വലിയ അത്ഭുതമാണ്. ഡിറ്റക്റ്റീവ് തുടർന്നു. ഒരുപാട് സന്യാസിമാർ, ഫക്കീർമാർ, മന്ത്രവാദികൾ, അങ്ങനെ പലതരം ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. ആയിരിക്കട്ടെ, തൻ്റെ മുതലാളിക്ക് സുഖമാണോ? ഓ, സുഖം. അങ്ങേര് ഡെക്കിലോട്ടൊന്നും വരാറില്ലേ കപ്പലിൻ്റെ? ഇല്ല, അങ്ങേര് കഴിയുന്നതും ക്യാബിനിലിരിക്കുകയുള്ളൂ. അവിടെ ചില പണക്കാരുമായിട്ട് ഇപ്പോൾ ചീട്ടുകളിയാണ്. ഡെയിലി പെസ്പെർട്ടുവും ഡിറ്റക്റ്റീവും സംസാരം തുടങ്ങി. ഡിറ്റക്റ്റീവ് ഓഫർ ചെയ്യുന്ന സ്കോച്ച് വിസ്കിയും കുടിച്ചുകൊണ്ട് പെസ്പെർട്ടു മുതലാളി അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിലൊന്നും സംശയിക്കത്തക്കതായിട്ടൊന്നുമില്ല. അപ്പോഴും ഡിറ്റക്റ്റീവ് വിചാരിക്കുന്ന എന്താ, പഠിച്ച കള്ളൻ ഒരിക്കലും സംശയിക്കാവുന്ന രീതിയിലൊന്നും ചെയ്യില്ലല്ലോ. അങ്ങനെയുള്ള പല ചിന്തകൾക്കിടയിൽ അവർ ദൂരെ ഇന്ത്യയുടെ കര കാണാൻ തുടങ്ങി. അവസാനം ബോംബെ തുറമുഖത്ത് കപ്പൽ ചെന്ന് വന്നു. അത് ഒക്ടോബർ 20 വാസ്തവത്തിൽ കപ്പൽ എത്തേണ്ടത് ഒക്ടോബർ 22 2 ദിവസം മുമ്പേ കപ്പൽ ബോംബെയിൽ എത്തിയിരിക്കുന്നു. ഫിലിസ് പോയിന് ടൈം ടേബിളിൽ നിന്ന് 2 ദിവസത്തെ ലാഭം അതോടെ കിട്ടുകയാണ്.